കുന്നിച്ചോ മിനസൻ വൺ പീസിൻ്റെ ചാപ്റ്ററായുള്ള 1180 മലയാളം മാങ്ക എക്സ്പ്ലനേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, എനിക്കറിയാം നന്നായിട്ട് താമസിച്ചാണ് ഞാൻ വൺ പീസിൻ്റെ ഈ ഒരു ചാപ്റ്റർ ചെയ്യുന്നതെന്ന്. പക്ഷേ നിങ്ങളെല്ലാവരും നല്ല വെയിറ്റിംഗ് ആയിരുന്നല്ലേ. എന്നോട് ക്ഷമിക്കുക, കുറച്ച് തിരക്കിലായിപ്പോയി. അതുകൊണ്ട് അധികമൊന്നും പറഞ്ഞ് ഞാൻ നീട്ടുന്നില്ല. ലൈക്ക് ചെയ്തവർ ലൈക്ക് ചെയ്യാനും ഇഷ്ടപ്പെട്ടവർ ഇപ്പം തന്നെ നമ്മുടെ പേജ് സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. സോ നമുക്ക് നേരെ എന്തായാലും വൺ പീസിൻ്റെ ചാപ്റ്ററുള്ള 1180 മലയാളം എക്സ്പ്ലനേഷനിലേക്ക് കടക്കാം. അങ്ങനെ ഈ ചാപ്റ്ററിന്റെ കവർ പേജിന്റെ അകത്ത് നമ്മുടെ വെഗപ്പങ്കാട്ടെ സ്യൂസിന് ഒരു എബിലിറ്റി കൊടുക്കുവാണ്. അതായത് മിഠായിക്ക മഴയായിട്ട് പെയ്ക്കാൻ സാധിക്കുന്ന ആ ഒരു എബിലിറ്റി കാരണം തന്നെ നമ്മുടെ ചോപ്പ റിയലി ഹാപ്പിയാണ്. അതേപോലെ തന്നെ നമ്മുടെ നാമിനെ കാണാൻ സാധിക്കും. പിന്നെ ഈ ചാപ്റ്ററിന്റെ പേരെന്ന് പറയുന്നത് ഒമൻ എന്നാണ്. അങ്ങനെ ഈ ചാപ്റ്റർ ഒഫീഷ്യലി തുടങ്ങാൻ നേരത്ത് നമുക്ക് നമ്മുടെ ഇമുവിനെ കാണാൻ സാധിക്കുന്നുണ്ട്. അതായത് ദി കിങ് ഓഫ് ദി വേൾഡ് അവസാനം എൽബഫിലേക്ക് എത്തിയിരിക്കുന്നു. ഇതേ സമയം തന്നെ അടുത്ത നിമിഷമാണ് അവിടെ നിന്ന് അവൻ അപ്രത്യക്ഷനായി പോകുന്നത്. എല്ലാവരും ഒന്ന് ഞെട്ടി. അപ്പോഴേക്കും അവിടെ എല്ലാവരുടെ നടുവിലേക്ക് നമ്മുടെ ഇമു എത്തിയിട്ടുണ്ട്. പിന്നെയാണ് നമ്മുടെ ഇമുസമയുടെ ആ ഒരു ഫസ്റ്റ് ലുക്ക് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആരാണ് ഈ കൺട്രിയുടെ രാജാവ്? ഇത് കണ്ടപ്പോൾ എല്ലാവരും ഞെട്ടിത്തെരിച്ചിരിക്കുവാണ്. ഡോറിയും ബ്രോഗയും ചോദിക്കുകയും ചെയ്യും, നീ ആരാണ്? ഈ കൺട്രിക്ക് രാജാവൊന്നുമില്ല, നിനക്ക് എന്താണ് വേണ്ടത്? പെട്ടെന്നാണ് അവൻ അത് വിളിക്കുന്നത് ദി ഗ്രേറ്റ് വൺ. ആ വിളിച്ചത് നമ്മുടെ ഷുമേസ് ആയിരുന്നു. ഇതാട്ടെ ഇമു ശ്രദ്ധിക്കുന്നുണ്ട്. അടുത്ത സെക്കൻഡിലാണ് അത് സംഭവിച്ചത്. ഗർഡ് പോലും പറഞ്ഞില്ല. അതിനു മുമ്പ് തന്നെ അവളുടെ വിരലുകൾ അറ്റുപോയി. നമ്മുടെ ഷുമേസ് നേരെ നിലത്തേക്ക് വീഴാനും പോയി. ആ ടൈമിൽ ഇമു ചോദിക്കുന്നുണ്ട്, ഷുമേസ് നീ ഇപ്പോൾ എന്ത് ചെയ്യുകയാണ്? ഗർഡിന് അപ്പോഴും ആ ഒരു സിറ്റുവേഷൻ മനസ്സിലായില്ലായിരുന്നു. ഹജുറുദ്ദീൻ ഉച്ചത്തിൽ വിളിക്കുന്നുണ്ട് ഗർഡ്. പെട്ടെന്നാണ് സോറയും അത് ശ്രദ്ധിക്കുന്നത്. ആ സമയത്ത് നമ്മുടെ ഷുമേസ് നേരെ നിലത്തേക്ക് വീണു. വേദന കൊണ്ട് അവൾ നേരെ ബാക്കിലേക്ക് ചാടി. അവൻ എന്താണ് ചെയ്തത്? ഇതെല്ലാം കാണുന്ന ചോപ്പറും പറയും ചെയ്യും, ഇത് ശരിക്കും ഓഫുള്ളാണ്. ഇവൻ ആരാണ്? പെട്ടെന്നായിരുന്നു സോറോ അവിടേക്ക് കടന്നു വന്നത്. എന്നിട്ട് ഇമ്മുൻ്റെ വട്ടം കയറി നിൽക്കുന്നുണ്ട്. ഇതേസമയം ഷുമേസ് ആട്ടെ അവൻ്റെ ഹൃദയത്തിനെ തിരിച്ചെടുക്കുകയും ചെയ്യും. നീ ആരാണ്? നീ ആ നൈറ്റ്സിൻ്റെ കൂട്ടത്തിൽ ഒരാളാണോ? പെട്ടെന്ന് സോറോനെ ഇമു നോക്കുന്നുണ്ട്. അവൻ ആരാണെങ്കിൽ എന്താ, അവൻ നമ്മുടെ എനിമിയാണെന്ന് പറഞ്ഞിട്ട് ഹജുറുദ്ദീൻ പെട്ടെന്നാണ് ഈ മുന്നെ ചാടി ഒരു അറ്റാക്ക് ചെയ്യാനായിട്ട് വന്നത്. ആ ടൈമിൽ സ്റ്റാൻസൺ പറയും ചെയ്യും, ഹജുറുദ്ദീൻ അത് ചെയ്യരുത്, അവന് എന്ത് ചെയ്യാൻ സാധിക്കുമെന്ന് നമുക്കിപ്പോൾ അറിഞ്ഞുകൂടെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഹജുറുദ്ദീനെ ചവിട്ടി അവിടുന്ന് മാറ്റിയ സെക്കൻഡ് ഇമോ ഒരു അറ്റാക്ക് ചെയ്ത് സ്റ്റാൻസൻ്റെ കാല് തന്നെ മുറിച്ച് മാറ്റുകയും ചെയ്യും. വേദന കൊണ്ട് സ്റ്റാൻസൺ അലറാനും തുടങ്ങി. സ്റ്റാൻസൺ ഈ സമയത്ത് ഇതെല്ലാം കാണുന്ന ചോപ്പറും ബാക്കിയുള്ളവരും ഞെട്ടിത്തെറിച്ചു പോയി. എന്നോട് ക്ഷമിക്കും സ്റ്റാൻസൺ, അവൻ്റെ മുന്നിൽ നിന്ന് മാറ്, എല്ലാവരും മുന്നിൽ നിന്ന് മാറ്. നമ്മുടെ ബ്രോയ്ക്കൊന്നും എന്താണ് സംഭവിക്കുന്നത് പോലും മനസ്സിലായിരുന്നു. ആരാണ് അവനെന്ന് പോലും മനസ്സിലാകുന്നില്ലായിരുന്നു. പെട്ടെന്നാണ് സോറോ തൻ്റെ കിങ് ഓഫ് ഹെൽ 3 സോർട്ട് സ്റ്റൈലുള്ള പൊർഗട്ടറി ഒനിഗിരി അങ്ങോട്ട് യൂസ് ചെയ്യാനായിട്ട് വന്നത്. പക്ഷേ അപ്പോഴേക്കും ഇവൻ തൻ്റെ ടെയിൽ യൂസ് ചെയ്ത് നമ്മുടെ സോറോയുടെ അത്രയും ഓപ്പിയുള്ള ആ ഒരു അറ്റാക്ക് നിസ്സാരമായി തന്നെ ബ്ലോക്ക് ചെയ്തു. എന്നിട്ട് തൻ്റെ കൈ ഒരു പ്രത്യേക ആംഗിൾ വെച്ചിട്ട് പറയുന്നുണ്ട് ഒമൻ. അടുത്ത സെക്കൻഡിലാണ് ആ ഒരു ബ്ലാക്ക് ഫ്ലെയിം നമ്മുടെ സോറോൻ്റെ നേരെ വന്ന് അവനെ അറ്റാക്ക് ചെയ്ത് അവൻ ബാക്കിലേക്ക് തെറിച്ച് പോകുന്നത്. ഇത് കണ്ടപ്പോൾ ചോപ്പറും ഞെട്ടിത്തെറിച്ചു പോയി. അപ്പോഴാണ് ഇമു മറ്റൊരു കാര്യം ശ്രദ്ധിച്ചത്. നമ്മുടെ ഹജുറുദ്ദീനായിട്ട് വീണ്ടും അവിടേക്ക് ചാടി വന്നിട്ടുണ്ട്. എന്നാൽ ആ നിമിഷം തന്നെ ഇമു തൻ്റെ കൈ മറ്റൊരു രീതിയിലേക്ക് വെച്ചിട്ട് അവൻ്റെ നേരെ ഒരു അറ്റാക്ക് അങ്ങോട്ട് ചെയ്യും. അടുത്ത സെക്കൻഡ് തന്നെ ഒരു ഹ്യൂജ് ആയിട്ടുള്ള എക്സ്പ്ലോഷനാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ചോര ഛർദ്ദിച്ചുകൊണ്ട് ഹജുറുദ്ദീൻ നേരെ ബാക്കിലേക്ക് വീഴും. ഇതേ സമയം നമ്മുടെ മുഖത്ത് നിന്ന് സോറ ചോര കൊലിച്ചുകൊണ്ട് അവനും നിലത്ത് വീണ് കിടക്കുവാണ്. അവർ ചോദിക്കുന്നുണ്ട്, അല്ല ഈ ഒരു ബ്ലാക്ക് ഫ്ലെയിംസ് അതെന്താണ്? പെട്ടെന്ന് ഇമു മറ്റൊരു കാര്യം ചെയ്യുന്നുണ്ട്. ഒരു ബ്ലാക്ക് സർക്കിളിലെ ആ ഒരു ഫയർ, ആ ഒരു ബ്ലാക്ക് ഫയർ നേരെ നമ്മുടെ ഷുമേസിന്റെ നേരെ വന്നു. അല്ല അപ്പോൾ ഇതാണല്ലേ ഒമൻ? ഷുമേസ്, നമുക്ക് സമയം വേസ്റ്റ് ചെയ്യാനില്ല. യെസ്, ദി ഗ്രേറ്റ് വൺ. അതിനുശേഷം അവർ രണ്ടുപേരും 2 സൈഡിലേക്ക് ചാടി പോവുകയും ചെയ്യും. ഇമ പോയതിനു ശേഷം അവിടെ ഉണ്ടായിരുന്ന ആ വീടുകളെല്ലാം വീണ്ടും പഴയ തരത്തിലേക്ക് മാറുന്നുണ്ട്. എത്രയും പെട്ടെന്ന് സോറനെ ആ ബിൽഡിങ്ങിന്റെ അകത്തേക്ക് കൊണ്ടുപോകും. അത് മാത്രമല്ല ആ ഒരു ഇഞ്ചേർഡ് ഉള്ളവർ പിന്നെ ആ കിഡ്സിനെ എല്ലാവരും അകത്തേക്ക് കൊണ്ടുവന്ന് ചോപ്പർ പറയുകയും ചെയ്യും. ഇതെല്ലാം തന്നെ നമ്മുടെ എൽഡർ ജാറിലും അവിടെ നിന്ന് കാണുന്നുണ്ടായിരുന്നു. അവൻ അടുത്ത സെക്കൻഡ് തന്നെ വിളിച്ച് പറയുകയും ചെയ്യും, എൽബഫിലെ എല്ലാ ജനങ്ങളോടാണ് ഒരു കാര്യം പറയാനുള്ളത്. ഇപ്പോൾ ഒരു
ഒരു ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരുത്തൻ ഇവിടേക്ക് വന്നിട്ടുണ്ട്. ആ ഗോഡ്സ് നൈറ്റിൽ തന്നെ ഇതുവരെ കാണാത്തതരം ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരുത്തൻ. എല്ലാവരും സൂക്ഷിച്ച് വേണം നിൽക്കാൻ. ഇതേ സമയം ഇമോട്ടെ അവിടേക്ക് പറന്ന് വന്നുകൊണ്ടിരിക്കുമായിരുന്നു. അവന് ഒരു ബ്ലാക്ക് വിങ്സ് ഉണ്ടായിരുന്നു, ഏകദേശം ലുണാറിയനെ പോലെ. എന്ത്, മറ്റൊരാൾ വന്നെന്നോ? അല്ല, അതിപ്പോൾ അവസാനിച്ചില്ലേ? ഇതൊക്കെ എന്താണ് ഈ സംഭവിക്കുന്നത്? ഒരു കാര്യം ചെയ്യ്, വെപ്പൺസ് ഒക്കെ എടുത്ത് റെഡി ആയിക്കോളൂ. ഈ സമയത്താണ് പറന്നു വന്നുകൊണ്ടിരുന്ന ഇമു മറ്റൊന്ന് ശ്രദ്ധിക്കുന്നത്. ദൂരത്ത് ഗുങ്കുവിനെ ഫ്രീസ് ചെയ്ത് വെച്ചിരിക്കുന്നു. അടുത്ത സെക്കൻഡ് തന്നെ തൻ്റെ സോഡിനെ അവൻ തിരിച്ചു പിടിച്ച് ഒരു അറ്റാക്ക് അങ്ങോട്ട് ചെയ്യും. ആ ഒരു അറ്റാക്ക് ഗുങ്കുവിൻ്റെ അടുത്തേക്ക് വന്ന് ഒരു വലിയൊരു എക്സ്പ്ലോഷനും അവിടെ സംഭവിക്കും. ഇതേ സമയം സൺറൈലത്തിലുള്ള ഗബാന്റെ ഗ്രൂപ്പിനാണ് പിന്നെ കാണാൻ സാധിച്ചത്. അവൻ പറയുന്നുണ്ട്, അല്ല ഇവിടെ ഇപ്പോൾ എന്താണ് ഈ സംഭവിക്കുന്നത്? ഈ ഒരു ഹാക്കി ഞാൻ ഗോഡ് വാലിയിൽ പോലും ഇതുപോലത്തെ ഹാക്കി വിറ്റ്നസ് ചെയ്തിട്ടില്ലല്ലോ. പിന്നെ കാണിക്കുന്നത് നമ്മുടെ സ്കൂളാണ്. നാശം, ഇപ്പം എല്ലാം കരിഞ്ഞു പോയി. ഒന്ന് അടങ്ങി നിൽക്കടാ. നീ മര്യാദക്ക് അതെല്ലാം കൂടെ കഴിക്കാൻ നോക്ക്. എന്തോ ക്രേസി എല്ലാ കാര്യങ്ങളും സംഭവിക്കുന്നുണ്ടെന്നാണ് ഇപ്പോൾ വിളിച്ചു പറഞ്ഞത്. അത് ശരിയാ, പക്ഷെ ഇത് ഒടുക്കത്തെ ചൂടാന്ന് പറഞ്ഞിട്ട് ലോക്കിയും അരസ്ക്യൂറലും പിന്നെ നമ്മുടെ ലൂഫിയും കൂടെ അവിടെ നിന്ന് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുവാണ്. ഇതേ സമയത്താണ് ദൂരെ നിന്ന് നാമി ഓടി വരുന്നത്. അല്ല, ഇവിടെ എന്താണ് ഈ സംഭവിച്ചത്? അപ്പോൾ നമ്മുടെ ജിംബെ പറയും ചെയ്യും, ഒരു ഐഡിയ ഇല്ല. പക്ഷേ ആ ഒരു ഹാക്കി കംപ്ലീറ്റ്ലി ടെറിഫൈങ് ആണ്. അത് മാത്രമല്ല, അവൻ ഗോഡ്സിനെ കൂടെയാണെന്നുണ്ടെങ്കിൽ അവൻ്റെ ടാർഗറ്റ് എന്ന് പറയുന്നത്, പിന്നെ കാണുന്നത് ക്യുലിംഗം ഒച്ചത്തെ കിടന്ന് ചിരിക്കുന്നതാണ്. ദി ഗ്രേറ്റ് വൺ, താങ്ക് യു ഫോർ ദി ഒമൻ. അല്ല, നീ ആരാണെന്ന് നമ്മുടെ സാഞ്ചി ആ നിമിഷം ചോദിക്കുന്നുണ്ട്. സാഞ്ചിയാട്ടെ ഇമുൻ്റെ തൊട്ട് ഫ്രണ്ടിൽ നിൽപ്പുണ്ട്. സാഞ്ചി സൂക്ഷിക്കണം, അവൻ ശരിക്കും ഡേഞ്ചറസ് ആണ്. നിന്നോട് ആര് പറഞ്ഞ് അവനെ അഴിച്ചുവിടാനെന്ന് പറഞ്ഞിട്ട് സാഞ്ചി പെട്ടെന്ന് ഈ മുനെ ചാടി വന്ന് ഒരു കിക്ക് അങ്ങോട്ട് ചെയ്യുന്നുണ്ട്. എന്നാൽ ആ കിക്ക് നിസ്സാരമായി തന്നെ ഇമു ബ്ലോക്ക് ചെയ്യും. എന്നിട്ട് കൗണ്ടറായിട്ട് ഒരു കിക്ക് ചെയ്യും. സാഞ്ചി ഞെട്ടിത്തെറിച്ച് പോകുന്നുണ്ട്. അവനായിട്ട് ബ്ലോക്ക് ചെയ്യാനായിട്ട് വന്നെങ്കിലും അടുത്ത സെക്കൻഡ് ഒരു വലിയൊരു എക്സ്പ്ലോഷൻ തന്നെ അവിടെ സംഭവിക്കുകയും ചെയ്യും. സാഞ്ചി, നീ ഓക്കെ അല്ലേ? ഈ സമയത്ത് അവർക്ക് ആർക്കും തന്നെ മുന്നിലേക്ക് പോകാൻ സാധിക്കുന്നില്ല. കാര്യം അവിടെ ആ ഒരു ബ്ലാക്ക് ഉള്ള ഫ്ലെയിംസ് ഉണ്ട്. പെട്ടെന്നാണ് ലോക്കി അവിടേക്ക് വന്നത്. നിനക്ക് എൽബഫിൽ എന്താണ് കാര്യം? 14 വർഷങ്ങൾക്ക് മുമ്പ് ഹാർൽ എന്നൊരുത്തൻ കൊല്ലപ്പെട്ടിരുന്നു. അവൻ എൻ്റെ സർവൻ്റാണ്. അവനെ കൊന്നതാരാന്നറിയാനും അവൻ എവിടെയെന്ന് അറിയാനാണ്. സെർവൻ്റോ? അതിൻ്റെ അച്ഛനായിരുന്നു. അതിലുപരി ഹാറിൽ എന്ന് പറയുന്നത് ഈ എൽബഫിൻ്റെ രാജാവായിരുന്നു. നീ നോക്കി നടക്കുന്നത് എന്നെയാണ്. ഞാൻ ഇവിടെ തന്നെയുണ്ട്. ഈ എൽബഫിലല്ലാതെ ഞാൻ മറ്റെങ്ങോട്ട് പോകാനാണ്? അതെയോ? നീ ഇവിടെ ഇല്ലായിരുന്നെങ്കിൽ പലതും അവോയ്ഡ് ചെയ്യാൻ സാധിച്ചെന്നാം. ഈ സമയത്ത് ദേഷ്യം എന്നല്ലോക്കി പറയുകയും ചെയ്തു. അടുത്തത് നിന്റെ സമയമായിരിക്കുന്നു. അതും പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നത്. ചുരുക്കം പറഞ്ഞാൽ വൺ പീസിൻ്റെ ചാപ്റ്റർ 1180 ഇവിടെ അവസാനിക്കുന്നത്. ഗൈസ്, നെക്സ്റ്റ് വീക്ക് ബ്രേക്കില്ല. ആൻഡ് ഇനി നമ്മൾ ഈ ചാപ്റ്ററിനെ പറ്റി കുറച്ചധികം എനിക്ക് മനസ്സിലായ കാര്യങ്ങളും കുറച്ചധികം തിയറീസ് ആയിരിക്കും സംസാരിക്കാൻ പോകുന്നത്. അതിലാദ്യം തന്നെ പറയാനുള്ളത്, നമ്മുടെ സോറോ ഉണ്ടല്ലോ, സോറോ ഇമുവായിട്ട് വന്നു നിൽക്കുന്ന ആ ഒരു പർട്ടിക്കുലർ പോയിന്റ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതിൻ്റെ അകത്ത് ഇമുവിൻ്റെ കാൽ ചോട്ടിലായിട്ട് 460 എന്ന നമ്പർ സൂചിപ്പിച്ചിട്ടുണ്ട്. ഇതൊരു വെറും ഒരു നമ്പറിലെന്ന് നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാം. നമ്മുടെ വൺ പീസിൻ്റെ ക്രിയേറ്ററായ ഈച്ചറോ ഓഡ ഇങ്ങനത്തെ പല കാര്യങ്ങളും ഒളിപ്പിച്ച് വെക്കാറുണ്ട്. അങ്ങനെ നിങ്ങൾ വൺ പീസിൻ്റെ ചാപ്റ്ററായ 460 നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ഒരാളെ കാണാൻ സാധിക്കും. കവർ പേജിനകത്ത് നമ്മുടെ ഇന്നലിനെ കാണാൻ സാധിക്കുന്നുണ്ട്. അതിലുപരി ആ ചാപ്റ്ററിൻ്റെ പേര് കോൺക്വസ്റ്റ് ബിഫോർ ഡോൺ എന്നാണ്. അതായത് നേരം വെളുക്കുന്നതിന് മുമ്പ് എല്ലാം കീഴടക്കണം. ആ ഒരു കാര്യമായിരിക്കും ചിലപ്പോൾ ഇവിടെ സംഭവിക്കാനായിട്ട് പോകുന്നത്. ഇമു നമ്മുടെ സ്ട്രോ ഹാറ്റ്സിലെ എല്ലാവരും തന്നെ കീഴടക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ചുരുക്കം പറഞ്ഞാൽ സബുഡിയുടെ ഒരു സെക്കൻഡ് വേർഷൻ ആയിരിക്കും നമ്മളിപ്പോൾ എൽബഫിൽ കാണാനും പോകുന്നത്. പിന്നെ എനിക്ക് തോന്നിയത് നമ്മുടെ ആ ഒരു ഇനയിലും അതേപോലെ തന്നെ ഇമോട്ട് കുറച്ചധികം സിമിലാരിറ്റീസ് ഉണ്ട്. അവരുടെ ഒരു നിപ്പും അവരുടെ ഒരു വെപ്പണൊക്കെ കണ്ടിട്ട് എവിടെയോ എന്തോ ഒരു സിമിലാരിറ്റീസ് ഉണ്ട്. അതേപോലെ രണ്ടാമത്തെ കാര്യം മറ്റൊന്നുമല്ല, നിങ്ങൾ നമ്മുടെ സോറോ കായുഡോനെ അറ്റാക്ക് ചെയ്ത് വൂണ്ട് ചെയ്യിപ്പിക്കുന്ന കണ്ടിരുന്നു. കായുഡ് എന്ന് പറയുന്നത് അത്രത്തോളം സ്ട്രോങ്ങറും ഡ്യൂറബിലിറ്റിയുള്ള ഒരാളാണ്. അത്രത്തോളം സ്ട്രോങ്ങറുള്ള ഹാക്കിയുള്ളത് കൊണ്ട് മാത്രമാണ് സോറോയ്ക്ക് അത് സാധ്യമായത്. എന്നാൽ സോറോ തൻ്റെ ഹാക്കി യൂസ് ചെയ്ത്, കോൺക്വസ്റ്റ് ഹാക്കി കോട്ട് ചെയ്ത സോഡ്സ് യൂസ് ചെയ്ത് ഇമുവിനെ അറ്റാക്ക് ചെയ്തിട്ട് പോലും നമ്മുടെ സോറോയുടെ വൺ ഓഫ് ദി ബെസ്റ്റ് അറ്റാക്കുള്ള ഒനിഗിരി യൂസ് ചെയ്തിട്ട് പോലും വെറും ടെയിൽ കൊണ്ടാണ് ഇമു
അദ്ദേഹത്തിനെ ബ്ലോക്ക് ചെയ്തത്. ചുരുക്കം പറഞ്ഞാൽ ഇമുന് അത്ര പെട്ടെന്ന് നോർമലായിട്ടുള്ള ആ ഒരു കോൺഗ്രസ് ഹാക്കിക്കൊണ്ട് ഒന്നും തന്നെ ചെയ്യാൻ സാധിക്കില്ല എന്നാണ് അർത്ഥം. അതിലുപരി നരകത്തിലെ രാജാവെന്നറിയപ്പെടുന്ന നമ്മുടെ സോറോ ഇപ്പോൾ ലിറ്ററലി നരകം തന്നെ നേരിട്ട് കണ്ടിരിക്കുന്ന ഒരവസ്ഥയിലാണ്. എന്തായാലും ഇമു ഒട്ടും തന്നെ നിസ്സാരമായ ഒരാളല്ല എന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഒരു സാഹചര്യത്തിൽ എനിക്ക് നല്ലൊരു ഡൗട്ടുണ്ട്, ലൂഫിക്കൊക്കെ ഇവിടെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന്. സോ ഇത്ര മാത്രമേ എനിക്ക് ഈ ചാപ്റ്ററിനെ പറ്റി പറയാനുള്ളൂ. ഫസ്റ്റ് ഓഫ് ഓൾ ഒരു കാര്യം പറഞ്ഞേക്കാം, ഇത് ഞാൻ കണ്ടുപിടിച്ചതോ ഞാൻ പറയുന്നതൊന്നുമല്ല, ഞാൻ വായിച്ചതും ഞാൻ കണ്ട തിയറീസ് നിങ്ങൾക്ക് കൂടെ പറഞ്ഞു തരുന്നു എന്ന് മാത്രം. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സ്പെഷ്യലായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ അതും താഴെ കമൻറ്റ് ചെയ്ത് പറയാൻ മറക്കണ്ട.